നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, വട്ടപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി അനാമിക മണി എന്നാണ് ആ കുട്ടിയുടെ പേര്. അനാമിക മണിയുടെ നക്ഷത്രം അനീഴമാണ്, ശുദ്ധജാതകമാണ്. അനാമിക മണി 28 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അനാമിക മണിക്ക് ഈ കുട്ടിയുടെ മാരേജ് സെക്കൻഡ് മാരേജാണ്. ഒരു ഡിവേഴ്സാണ്. വളരെ കുറച്ച് ദിവസത്തെ ദാമ്പത്യ ബന്ധം. അതായത് ഹാർഡ്ലി എന്നോട് പറഞ്ഞ വിവരം വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന 15 ദിവസം തൊട്ട് 20 ദിവസം മറ്റുമാണ് ആ കുട്ടിയുടെ വിവാഹ ജീവിതം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെന്തോ ആവട്ടെ, അനാമിക മണിയുടെ വയസ്സ് ഞാൻ പറഞ്ഞു, 28 വയസ്സ്. ആ കുട്ടി വർക്ക് ചെയ്യുന്നത് പൂനെയിലാണ്. കുറേ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള കുട്ടി തന്നെയാണ്. എക്കണോമിക്സിൽ ഗ്രാജുവേഷനാണ്. അത് പൂനെയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. മാസ്റ്റേഴ്സ് UK നിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ PG സർട്ടിഫിക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ ഫ്രം MICA അഹമ്മദാബാദ്. അച്ഛൻ വന്നിട്ട് KC മണി. അദ്ദേഹം ഒരു വെൽ റെപ്യൂട്ടഡ് കമ്പനിയുടെ MD ആണ്. അവരെല്ലാവരും പൂനെയിലാണ്. അച്ഛനും അമ്മയും പൂനെയിലാണ്. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 160 സെൻറ്റിമീറ്റർ, 62 കിലോ വെയ്റ്റ്. ഏകദേശം 30 വർഷത്തോളമായിട്ട്, 30-ൽ കൂടുതലായിട്ട് പൂനെ സെറ്റിൽഡാണ് അച്ഛൻ. അമ്മ നാഗപ്പൂർ പഠിച്ചു വളർന്ന അമ്മയാണ്. അദ്ദേഹം വന്നിട്ട് തലശ്ശേരിയാണ്. അച്ഛൻ തലശ്ശേരി നാട്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആരൊക്കെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സാമ്പത്തികപരമായിട്ട് വളരെ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. റിച്ച് ആൻഡ് അഫ്ലുവൻറ്റ് എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് പൂനെയിലാണ്. ആ കുട്ടിയുടെ നാളെ ഞാൻ പറഞ്ഞു, അനീഴം, ശുദ്ധജാതകം. അനാമിക മണി എന്നാണ് ആ കുട്ടിയുടെ പേര്. സെക്കൻഡ് മാരേജാണ്. 28 വയസ്സ്. ഇദ്ദേഹത്തിന് അതായത് ആ കുട്ടിയുടെ അച്ഛനെ, ഈ അച്ഛൻ, അമ്മ, മകൾ, ഇവർ 3 പേരും എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നല്ല ഒരു പാരൻറ്റ്, അതായത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡൗൺ ടു എർത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും നല്ല ഒരു സ്വഭാവവും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു എക്സലൻറ്റ് ഫാമിലി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പൂനെയിൽ പോയിട്ടുണ്ട്. ഞാൻ പൂനെയിൽ പോയി കണ്ടു. നമ്മൾ പലപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു എക്സലൻറ്റ് ഫാമിലി എന്ന് വേണമെങ്കിൽ എന്നല്ല, 100% എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ച് തോളം ആ ഒരു ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ടെലിഫോണിക്, അല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും നേരിൽ കണ്ടിട്ടുമുണ്ട്. ആ ഒരു ബന്ധം വെച്ച് എനിക്ക് പറയാൻ കഴിയും. നമ്മൾ ഒരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് കുറേ അറിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ നമ്മൾ റെഫർ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് 100% റെഫർ ചെയ്യാൻ പറ്റിയ ഒരു കേസാണ് അനാമിക മണി.
ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരാണ് KC മണി. അദ്ദേഹത്തിൻ്റെ വർത്തമാനമാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയുടെ നക്ഷത്രം വന്നിട്ട് അനീഴം, ശുദ്ധജാതകം, 28 വയസ്സ്. UK പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഗ്രാജുവേഷൻ എക്കണോമിക്സിലാണ്. പൂനെ തന്നെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആ കുട്ടി. അപ്പോൾ താല്പര്യമുള്ള 160 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയ്റ്റ്, ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ്, നല്ല ഒരു വെൽ സെറ്റിൽഡ് എക്സലൻറ്റ് ഫാമിലി. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ ബന്ധപ്പെടുക. വള്ളുവനാട് മാട്രിമോണിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ച് കല്യാണം നടന്നോളെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരൻസ് ആയാലും കുട്ടികളായാലും. കുട്ടികൾ വിചാരിക്കും അച്ഛനമ്മമാർ നോക്കട്ടെ, അവർ നോക്കി പറയും, നമ്മളിപ്പോൾ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, നമ്മളങ്ങനെ കല്യാണത്തിന് നിന്ന് കൊടുക്കൽ മാത്രമേ നമ്മളുടെ ജോലിയുള്ളൂ എന്നുള്ളൊരു ധാരണ പലപ്പോഴും ഉണ്ട് കുട്ടികൾക്ക്. എന്നാൽ അങ്ങനെയല്ല. അവരുടെ 100% ഇൻവോൾവ്മെൻറ്റ് വേണം എല്ലാ കാര്യങ്ങളിലും. നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ പാടില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയും നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയും, നിങ്ങൾ തന്നെയല്ലേ നോക്കിയത്, നിങ്ങൾ നോക്കിയിട്ടല്ലേ ഇതൊക്കെ ശരിയാക്കിയത്. അങ്ങനെയല്ല. നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. A to Z കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആവണം. അച്ഛനും അമ്മയും കുട്ടികളായിട്ട് സംസാരിക്കണം, നന്നായിട്ട് സംസാരിക്കണം. എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കണം. റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി സ്ഥലം എവിടെ വേണം, ഹൈറ്റ് എത്ര വേണം, ക്വാളിഫിക്കേഷൻ ഏത് ലെവലിൽ നോക്കണം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിക്കുക. എല്ലാവരും